Hi and welcome to a new video. In this video, I'll be discussing about convolution method which can be applied for finding out the inverse set transform of given sequence. In this method, this x of z is split into two sequences, say x1 set and x2 set, such that x of z can be represented as a product of these, that is x of z is equal to x1 set into x2 set. So തന്നിട്ടുള്ള x of z നെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ എഴുതാവുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. അതിന് റൂളൊന്നുമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ x1 സെറ്റ് ഇൻറ്റു x2 സെറ്റ് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വി ഫൈൻഡ് x1n and x2n by taking inverse set transform of x1 set and x2 set respectively. അപ്പോൾ x1n-ഉം x2n-ഉം കാണുക എന്നുള്ളതാണ് അടുത്തത്. x1 സെറ്റിനും x2 സെറ്റിനും അത് ആക്ച്വലി നമ്മളിവിടെ ഒരു ഇൻവേഴ്സ് കാണുന്ന മെത്തേഡാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻവേഴ്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ എന്താ പറയുക ജനറൽ സീക്വൻസുകൾ ഇപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ അവിടെ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ആ ഒരു ഫോർമാറ്റുകളിലൊക്കെയാണ് അധികം വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾ നമ്മുടെ പ്രോപ്പർട്ടി വരത്തക്ക രീതിയിൽ അതിനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എന്താ പറയുക a⁻n(u(n) ഈക്വൾ ടു സെറ്റ് ബൈ സെറ്റ് മൈനസ് എ, അതേപോലെ a⁻n-1 u(n) എന്ന് പറഞ്ഞാൽ സെറ്റ് ബൈ സെറ്റ് മൈനസ് എ. ആ ഒരു ഫോർമാറ്റുകൾ മെയിൻലി സെറ്റ് ബൈ സെറ്റ് മൈനസ് എ എന്നുള്ള രീതിയിലാണ് മെയിൻ വരുന്നുണ്ടാവുക a⁻n(u(n) എന്നുള്ളത്. അപ്പോൾ അതാണ് അവിടെ ഇൻവേഴ്സ് കാണാൻ അധികം ആവശ്യം വരിക, x1 സെറ്റിൻ്റെയും x2 സെറ്റിൻ്റെയും. ആ രീതിക്ക് നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ എക്സ് ഓഫ് സെറ്റിനെ സ്പ്ലിറ്റ് ആക്കി x1 സെറ്റും x2 സെറ്റും ആക്കി അതിൻ്റെ രണ്ടിൻ്റെയും ഇൻവേഴ്സ് എടുത്തപ്പോൾ x1n-ഉം x2n-ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൺവല്യൂഷൻ പ്രോപ്പർട്ടി അറിയാം. എന്താ കൺവല്യൂഷൻ പ്രോപ്പർട്ടി പ്രകാരം x1n കൺവല്യൂഷൻ x2n രണ്ട് സീക്വൻസുകളുടെ x1n ആൻഡ് x2n രണ്ട് സീക്വൻസുകൾ കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ സെറ്റ് ഡൊമെയിനിലേക്ക് എത്തും. അവിടെ അതിൻ്റെ എന്തായിട്ട് മാറും, പ്രൊഡക്റ്റ് ആയിട്ട് മാറും, x1 സെറ്റ് ഇൻറ്റു x2 സെറ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എക്സ് ഓഫ് സെറ്റിൻ്റെ ഇൻവേഴ്സ് ആണ്, എക്സ് ഓഫ് എൻ ആണ് കിട്ടേണ്ടത്. അപ്പോൾ എക്സ് ഓഫ് എൻ കിട്ടാൻ നമ്മൾ ശരിക്കും എന്ത് ചെയ്താൽ മതി, ഈ x1n കൺവല്യൂഷൻ x2n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര ചെയ്താൽ മതി, തന്നിട്ടുള്ള എക്സ് ഓഫ് സെറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കുക, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് x1 സെറ്റ് ഇൻറ്റു x2 സെറ്റ്. എന്നിട്ട് എന്ത് കാണുക, x1 സെറ്റിൻ്റെ സെപ്പറേറ്റ് ഇൻവേഴ്സ് കാണുക, x2 സെറ്റിൻ്റെ സെപ്പറേറ്റ് ഇൻവേഴ്സ് കാണുക. ഇതിൻ്റെ രണ്ടിൻ്റെയും x1 സെറ്റും x2 സെറ്റും ഇൻവേഴ്സ് എത്തുമ്പോൾ x1n-ഉം x2n-ഉം കിട്ടി. അവരെ ജസ്റ്റ് കൺവല്യൂഷൻ ചെയ്യാം. കൺവല്യൂഷൻ ചെയ്യുമ്പോൾ കൺവല്യൂഷൻ സമ്മിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും, വിച്ച് ഈസ് ഇപ്പോൾ ഞാനിവിടെ ജനറൽ ആണ് എഴുതിയിട്ടുള്ള എക്സ് ഓഫ് എൻ കൺക്ലൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എൻ കെ ഈക്വൾ ടു -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നമ്മളവിടെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് വേറെ ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കൺവല്യൂഷൻ മര്യാദയ്ക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു ഇത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Find the inverse set transform using convolution method. X of z equal to 1 plus 3z raised to minus 1 divided by 1 plus 3z raised to minus 1 plus 2z raised to minus 2 mod z greater than 2. So the causal sequence ആണെന്നുണ്ട് mod z greater than 2 എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ് ഓഫ് സെറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് പവേഴ്സിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എക്സ് ഓഫ് സെറ്റിനെ അപ്പോൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ പോസിറ്റീവ് പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം നെഗറ്റീവ് പവർ എത്രയാണ് നോക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കണം. അപ്പോൾ സെറ്റ് റേസ് ടു -2 ആണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്, നമ്മൾ സെറ്റ് സ്ക്വയർ ഉണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ മേലെയും താഴെയും സെറ്റ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇവിടെ എങ്ങനെയാണ് വരിക, അതായത് ഇപ്പോൾ സെറ്റ് സ്ക്വയർ പ്ലസ് 3z ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, സെറ്റ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2 ഈ രീതിയിൽ വരും. ഇതിനൊന്നുകൂടി നമുക്ക് സിമ്പിൾ ആക്കി എഴുതാലോ. നമുക്ക് ഒരു കാര്യം ആലോചിക്കുക, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം x1 സെറ്റ് ഇൻറ്റു x2 സെറ്റ്. അപ്പോൾ ആ രീതിക്ക് ഇവിടെ എങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ സെറ്റ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം എനിക്ക്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ഇൻറ്റു സെറ്റ് പ്ലസ് 3 എന്ന് ഞാൻ എഴുതി. അതേപോലെ താഴെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, അതിനെ നമുക്ക് എന്തെന്ന് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ഉം, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3ഉം. അപ്പോൾ എന്താ, സെറ്റ് പ്ലസ് 1 ഇൻറ്റു സെറ്റ് പ്ലസ് 2 വരും. സെറ്റ് പ്ലസ് 1 ഇൻറ്റു സെറ്റ് പ്ലസ് 2.
ഇനി നമുക്ക് ഇതിനെ രണ്ടെണ്ണമായിട്ട് സുഖമായിട്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? z ബൈ z പ്ലസ് 1 z പ്ലസ് 1 ഇൻറ്റു എന്ത് എഴുതാം? z പ്ലസ് 3 ഡിവൈഡഡ് ബൈ z പ്ലസ് 2 എന്ന് എഴുതി കൂടെ? ഓർ നമുക്ക് എഴുതാം or let x of z ഒക്കെ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. x of z is equal to x1z into x1z into x2 of z where നമ്മളിപ്പോൾ ഓൾറെഡി അത് ചെയ്ത കാര്യങ്ങളാണ്. where x1z is equal to എന്തായിട്ട് എടുക്കുക? ആദ്യത്തെ പോർഷൻ ദാറ്റ് ഈസ് z by z plus 1 എടുക്കുക. ആൻഡ് x2z is z plus 3 divided by z plus 3 divided by z plus 2 എടുക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ കാര്യം. പോസിറ്റീവ് പവേഴ്സിലേക്ക് ആക്കുക, അതിനൊന്ന് സ്പ്ലിറ്റ് ആക്കുക, നമുക്ക് സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇനി ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് കാണുക എന്നുള്ളതാണ്. നൗ x1n നമുക്ക് ഇവിടെ സുഖമായിട്ട് എഴുതാമല്ലോ. x1n ഈസ് ഈക്വൽ ടു z ബൈ z പ്ലസ് എന്ന് പറഞ്ഞാൽ a റേസ് ടു n u ഓഫ് n ദാറ്റ് ഈസ് z മൈനസ് a എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ -1 എന്നാണ് വരിക. സോ -1 റേസ് ടു n u ഓഫ് n എന്ന് വേണം എഴുതാൻ. കാരണം നമുക്കിവിടെ z ബൈ z മൈനസ് ആണ് ജനറൽ ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ z പ്ലസ് a എന്നുള്ളത് z പ്ലസ് 1 എന്നുള്ളത് എങ്ങനെ എഴുതണം? ശരിക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. z പ്ലസ് 1 എന്നുള്ളത് നമ്മളവിടെ എഴുതണം എങ്ങനെ? z മൈനസ് -1 അങ്ങനെയാണ്. a എന്ന് പറയുന്നത് -1 വന്ന് -1 റേസ് ടു n u ഓഫ് n വന്ന് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ x1n കിട്ടി. x2n എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിനെ നമ്മളൊന്ന് എന്ത് ചെയ്യേണ്ടി വരും? x2n കിട്ടണമെങ്കിൽ ആദ്യം ഇത്ര എളുപ്പത്തിൽ ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ x2z-നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. നമുക്ക് അറിയുന്ന ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കണ്ടോ? x2z-നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? ഇതിനെ വേണമെങ്കിൽ നമുക്ക് z ബൈ z പ്ലസ് 2 ആയിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസ് അടുത്തത് വരിക എന്താ? 3 ബൈ z പ്ലസ് 2 വരും. ഇതിൽ ആദ്യത്തെ പോർഷൻ നമുക്ക് z ബൈ z മൈനസ് എ ഫോർമാറ്റിലാണ്. പക്ഷെ അടുത്തതിൽ എന്തില്ല? z ഇല്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു z കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? z ഡിവൈഡഡ് ബൈ z പ്ലസ് 2 ഇത് കോമൺ ആണ്. ഇതിന് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ എഴുതാം? അവിടെ 3 അവിടെ കോൺസ്റ്റന്റ് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതിനെ ഞാൻ ഒരു z അവിടെ കൊടുക്കണമെങ്കിൽ ഞാൻ z ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബാക്കി z ബൈ z പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ നോർമലി നമ്മൾ കാണാത്തൊരു ഇതാണ് വന്നിട്ടുള്ളത്. എന്താ വന്നിട്ടുള്ളത്? ഇതാണ് നമ്മളുടെ ഇപ്പോൾ എക്സ് ഓഫ് സെറ്റ് എന്നുള്ള രീതിയിൽ വരിക എന്ന് വിചാരിക്കുക. അതിനൊരു സെറ്റിന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. z റേസ് ടു -m എക്സ് ഓഫ് സെറ്റ് എന്നുള്ള രീതിയിൽ വരുന്ന പ്രോപ്പർട്ടി. അത് എന്തിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആയിട്ടാണ് വന്നാറുന്നത്? എക്സ് ഓഫ് n മൈനസ് എം ഷിഫ്റ്റിംഗ് ടൈം ഷിഫ്റ്റിംഗ് വന്നാലാണ് അങ്ങനെ വന്നാറുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സുഖമായിട്ട് ഇൻവേഴ്സ് എഴുതാം. നൗ x2 ഓഫ് n എഴുതി കൂടെ ഇതിൽ നിന്ന് x2 ഓഫ് n ഈക്വൽ ടു ഇവിടെ -2 ആണ്. അപ്പോൾ എന്താ? -2 റേസ് ടു n u ഓഫ് n പ്ലസ് 3. ഇവിടെ ശരിക്കും വരേണ്ടത് എന്താണ്? -2 റേസ് ടു n u ഓഫ് n 3 ഇൻറ്റു -2 റേസ് ടു n u ഓഫ് n ആണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ z റേസ് ടു -1 ഉണ്ട്. അപ്പോൾ n ഒക്കെ മാറിയിട്ട് എന്താ എഴുതണം? n മൈനസ് എം n മൈനസ് m എന്ന് പറഞ്ഞാൽ അവിടുത്തെ 1 ആണ്. സോ m എന്ന് പറഞ്ഞാൽ ഈ കേസിൽ 1 ആണ്. സോ n മൈനസ് 1 എന്ന് എഴുതണം. സോ എന്ത് എഴുതണം നമ്മൾ? -2 റേസ് ടു n മൈനസ് 1 u ഓഫ് n മൈനസ് 1 എന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ. ഇതാണൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വരിക. ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ചില കേസിൽ ഈസി ആയിട്ട് കിട്ടും, ചില കേസിൽ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വേണ്ടി വരും ഇങ്ങോട്ട് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര എത്തിക്കഴിഞ്ഞാൽ x1n കിട്ടി, നമുക്ക് x2n കിട്ടി. ഇത് രണ്ടും പോരാ, കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തും കൂടി വേണം. സോ x1n ആൻഡ് x2n നമുക്ക് അടുത്ത ഇതിലേക്ക് എടുത്ത് എഴുതിയിട്ട് ചെയ്യാം. സോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്താ? x1n is equal to -1 റേസ് ടു n u ഓഫ് n എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ്
2n എന്ത് കിട്ടിയിട്ടുണ്ട് മൈനസ് 2 raised to n u of n plus 3 into minus 2 raised to n minus 1 u of n minus 1. Okay, so therefore നമുക്ക് എന്താ വേണ്ടത് by convolution property x of n can be obtained as x of n is equal to x1n convolution with x2n. ഇതൊന്ന് ചെയ്യേണ്ടി വരും, ചെയ്യാൻ കുറച്ചുണ്ട്. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. നമുക്ക് ആ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യാം. ഏതാ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എൻ കെ ഈക്വൾ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ. അപ്പോൾ അത് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഇവിടെ സം ടേം ആണ്. അപ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ഒക്കെ ആക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മൈനസ് 1 raised to n u of n കൺവല്യൂഷൻ വിത്ത് മൊത്തം ഈ ടേം, അതായത് മൈനസ് 2 raised to n u of n പ്ലസ് 3 into minus 2 raised to n minus 1 u of n minus 1 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് സ്റ്റെപ്സ് എഴുതിയിട്ട് തന്നെ പോവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്ട് വരും, രണ്ടായിട്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. സോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഈക്വൽ ടു മൈനസ് 1 raised to n u of n convolution with minus 2 raised to n u of n പ്ലസ് ഈ കോൺസ്റ്റന്റ് 3 ഞാൻ ആദ്യം എഴുതുന്നു, 3 into minus 1 raised to n u of n convolution with minus 2 raised to n minus 1 u of n minus 1. ഓക്കെ, ഈ രീതിക്ക് നമുക്ക് വരും. ഇനി ഇവിടെ സമ്മേഷൻ എന്താ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സോ ഫസ്റ്റത്തെ രണ്ടും യു ഓഫ് എൻ ആണ്. യു ഓഫ് എൻ ആകുമ്പോൾ നമ്മുടെ ലിമിറ്റ് എന്താ, കെ തൊട്ടിട്ട് കെ എന്നുള്ളത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് നമ്മുടെ കാര്യത്തിൽ ഏത് തൊട്ടിട്ട് മതി, 0 to ഇൻഫിനിറ്റി മതി, യൂണിറ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട്. ഇനി എന്താ എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ എന്നല്ല, ഇതാണ് എക്സിൻ്റെ ടേം. എക്സ് ഓഫ് കെ എന്ന് പറയുമ്പോൾ മൈനസ് 1 raised to k എന്ന് കൊടുക്കേണ്ടി വരും. എന്നിന് പകരം കെ എന്ന് കൊടുക്കുക, മൈനസ് 1 raised to k. ഇവിടെ എച്ച് ഓഫ് എൻ മൈനസ് കെ ആണ്, എന്നിന് പകരം n minus k കൊടുക്കണം. സോ മൈനസ് 2 raised to എന്ത് വരും, n minus k എന്നുള്ള രീതിയിൽ വരും. ഇപ്പോൾ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത്രേ ഉള്ളൂ. അടുത്തതിൽ വരുമ്പോൾ എന്ത് വരും, 3 into 3 അവിടെ തന്നെ ഇട്ടു. സമ്മേഷൻ വരുമ്പോൾ എന്തായി മാറും, സമ്മേഷൻ k ഈക്വൽ ടു 0 to അതേപോലെ ഇത് നമ്മുടെ n ആകട്ടെ വരുള്ളൂ ലിമിറ്റ്, കാരണം ഇതെല്ലാം കോസലാണല്ലോ. കോസൽ സീക്വൻസിൻ്റെ k ഈക്വൽ ടു 0 to n എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അത് വേണം. അത് മറ്റോടത്ത് നമ്മൾ ജനറൽ ഇക്വേഷൻ ആണ്, കോസലിൻ്റെ ആകുമ്പോൾ 0 to n എന്നേ വരുള്ളൂ. ഓക്കെ, യു ഓഫ് എൻ ആണെങ്കിൽ 0 to n നിൽക്കും. ഇത് നമ്മൾ മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്, മോഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കെ ഈക്വൽ ടു 0 to n വരെ വരും. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഒന്ന് യു ഓഫ് എന്നും മറ്റേത് യു ഓഫ് n minus 1 ആണ്. അപ്പോൾ എവിടെ വരെ വരുള്ളൂ, n minus 1 വരെയാണ് വരിക. സോ കെ ഈക്വൽ ടു 0 to n minus 1 വരെ. നേരത്തെ അതേപോലെ വരും, മൈനസ് 1 raised to k എക്സ് ഓഫ് കെയുടെ. അടുത്തത് മൈനസ് 2 raised to എന്ത് വരും, n minus k minus 1 വരും. n minus 1 വരുന്നുണ്ട്. അപ്പോൾ സോ മൈനസ് n minus k minus 1 എന്നുള്ള രീതിയിൽ വരും. ബാക്കിയും കൂടി ഓക്കെ, ഇതിൽ നമ്മൾ ബാക്കിയും കൂടി എഴുതേണ്ടതായിരുന്നു, അത് എഴുതിയിട്ടില്ല. ശരിക്ക് യുകളാണ്, യൂണിറ്റ് സ്റ്റെപ്പാണ്, അതുകൊണ്ടാണ് എഴുതാത്തത്. ഇവിടെ ശരിക്കും വരിക യു ഓഫ് കെ യു ഓഫ് n minus k വരും, യു ഓഫ് കെ യു ഓഫ് n minus k minus 1 ഒക്കെ വരും. അത് ഞാൻ എന്തായാലും ഇവിടെ എഴുതിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എഴുതിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ എഴുതാം, സ്റ്റെപ്പ് അവിടെ ഒഴിവാക്കാം. ഇനി അടുത്തത് ഇവിടെ സമ്മേഷൻ കെയിലാണ് ലിമിറ്റ് എടുക്കുന്നത്. അപ്പോൾ കെയുടെ ടേം മാത്രം ഉള്ളിൽ മതി, അല്ലാത്തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ മൈനസ് 2 raised to n എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ വേണമെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ മൈനസ് 2 whole raised to n ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു വിചാരിക്കുക. ബാക്കി അവിടെ സമ്മേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് k ഈക്വൽ ടു 0 to n. ബാക്കി എന്താണ്, മൈനസ് 1 raised to k മൈനസ് 2 raised to minus k ഇതാണ് നിൽക്കുന്നത്, പ്ലസ് 3. ഇവിടെയും ഞാൻ പുറത്തേക്ക് എടുത്തു വിചാരിക്കുക, 3 into എന്ത് എടുക്കണം, മൈനസ് 2 raised to എന്തിനെ എനിക്ക് അവിടെ പുറത്തേക്ക് എടുക്കാം, n minus 1നെ പുറത്തേക്ക് എടുക്കാം. ബാക്കി അവിടെയുള്ള സമ്മേഷൻ്റെ ഉള്ളിൽ k ഈക്വൽ ടു 0 to n minus 1 എന്താണുള്ളത്, മൈനസ് 1 raised to k ഇൻറ്റു മൈനസ് 2 raised to minus k. ഇത്രയാണ് നിൽക്കുന്നത്. ഇനി ഇത് അടുത്തത് ഇപ്പോൾ ഏകദേശം അറിയുന്ന ഒരു ഫോർമാറ്റിലേക്ക് എത്തി. എന്താ ഒരു ജി പിയുടെ ഫോർമാറ്റിലാണ്. അപ്പോൾ അതിൽ മുന്നേ വേണമെങ്കിൽ ഒന്നുകൂടി അവിടെ സിംപ്ലിഫൈ ചെയ്യാം. അതൊക്കെ ഒറ്റയടിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇവിടെ സ്റ്റെപ്പായിട്ട് വന്നു മാത്രം. സിഗ്മ കെ ഈക്വൽ ടു 0 to n. ഇതിൻ്റെ രണ്ടിൻ്റെയും പവർ ഇപ്പോൾ ഇത് മൈനസ് 2 raised to minus k അല്ലേ, മൈനസ് കെ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് എഴുതാലോ, 1/2
-2 - k എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ അത് വേണമെങ്കിൽ രണ്ടിനെയും കൂടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ടും ഒരുമിച്ചാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ -1/-2 എന്ന് എഴുതാം. അപ്പോൾ അതല്ലെങ്കിൽ 1/2 -1 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1/2 k. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര 0.5. സോ 0.5 k എന്നുള്ള രീതിയിൽ എഴുതാലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് -1/kയും -2 - k. -2 - k എന്ന് പറഞ്ഞാൽ 1/-2 k എന്നുള്ള അർത്ഥം. ഇപ്പോൾ രണ്ടിൻ്റെയും പവർ k ആയി വരും. അപ്പോൾ -1/-2 k എന്ന് വരും. അതിനെ 0.5 k എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് അതോടെ എഴുതി. പ്ലസ് അടുത്ത കേസിൽ 3 × -2n-1 അവിടെ നിർത്തി. സമ്മേഷൻ k = 0 to n-1. ഇവിടെയും എന്ത് തന്നെ വരിക, സെയിം തന്നെ 0.5 k എന്നുള്ള രീതിയിൽ വരും. ഓക്കെ. അപ്പോൾ ഇനി അതിനെ ജി പി വെച്ചിട്ട് ചെയ്യുമ്പോൾ, ജി പിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ 2n ഇവിടെ എന്താ n+1 ടേംസ് അപ് ടു n വരെയാണുള്ളത്. അപ്പോൾ നമുക്കറിയാം 1/r⁻n+1/1 - r. അതാണ് ജനറൽ ഇതിൻ്റെ ജി പിയുടെ സമ്മിൻ്റെ ഇക്വേഷൻ വരിക. സോ 1/1 - r⁻n+1. കാരണം r <1 ആണ്. സോ 1 - r⁻n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 0.5 എന്ത് വരും, n+1 ഡിവൈഡഡ് ബൈ 1 - r. 1 - 0.5 വരും ഇതിൻ്റെ. ഇതേപോലെ അടുത്തതിൻ്റെ എടുക്കുമ്പോൾ 3 × -2n-1 അവിടെ തന്നെ എടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇനി നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, 1 - 0.5 n-1 + 1. അപ്പോൾ എന്താവും, n വരും. 1 ക്യാൻസൽ ആയി പോകും. ബാക്കി 1 - 0.5. ഓക്കെ. അപ്പോൾ അത് ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമുക്കത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ -2n അത് അവിടെ തന്നെ വെച്ചു. -2n ബാക്കി ഇവിടെ വരിക ഒരു 1 - 0.5. 1 - 0.5 എന്ന് പറഞ്ഞാൽ 0.5. 1/0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണല്ലോ. ഇത് 1/2 ആണ് വരിക. അപ്പോൾ ഇവിടെ × 2 അപ്പോൾ ആ 2 കൂടി ഞാൻ മേലേക്ക് ഇട്ടു ഉള്ളൂ. 2 ബാക്കി എന്ത് വരും, 1 - ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. 0.5 × 0.5 എന്ന് എഴുതാലോ. n+1 ഒന്ന് സ്പ്ലിറ്റ് ആക്കിയെന്ന് മാത്രം. പ്ലസ് അടുത്തത് 3 ഇവിടെയും 1/2 ഉണ്ട്. ആ 2 മേലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ രീതിയിൽ എഴുതാം, ഇത് -2n-1 എന്ത് വരും, ഒരു 2 വരും, ബാക്കി 1 - 0.5 n. ഓക്കെ. ഇതാണ് ഇവിടെ വരുന്നത്. സിംപ്ലിഫൈ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതെങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് അതേപോലെ തന്നെ എഴുതി -2n × 2 × 1 - 0.5 × 0. അത് പറ്റാവുന്നിടത്തോളം സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എനിക്കൊരു എന്താ -2n-1 ഉണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ -2n ഉള്ളൂ. അപ്പോൾ ആ n-1 കളയാൻ വേണ്ടി ഒരെണ്ണം ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താ വരിക, ഒരെണ്ണം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -2 - 1 വരും. -2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/-2 എന്ന് അർത്ഥം. അപ്പോൾ ഒരു 2 × 2 ക്യാൻസൽ ആയപ്പോൾ ഒരു മൈനസും വരും. അപ്പം എങ്ങനെ എഴുതാൻ എനിക്ക് -3 × -2n ആയി മാറി. ഒന്ന് മനസ്സിലായി വിചാരിക്കും. -2 - -1 പുറത്തേക്ക് എടുക്കുന്നത്. -2 - -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/-2 ആണ്. 1/-2ലെ 2ഉം ഇവിടെ വെട്ടിപ്പോവും, മൈനസ് ഇവിടെ വരും. ബാക്കി ഇവിടെ വരാൻ പോകുന്നത് 1 - 0.5 n. ഓക്കെ. അങ്ങനെ എഴുതാലോ. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇനി വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ടേം കൊണ്ട് ഇതിനുള്ളിലേക്ക് എടുക്കുക, അതുപോലെ ഈ ടേം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് വരും, 2 × 2 ആദ്യം എഴുതിയെന്ന് മാത്രമേ 2 × -2n മൈനസ് അടുത്ത ടേം -2 × 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോയി. ബാക്കി ഉള്ളത് മാത്രമാണ് അവിടെ വരുള്ളൂ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് -2n ഇത് 0.5n ആണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് വരും, 2 × 0.5 1 വരും, -1 വരും, -1/n ആയിട്ട് മാറും
അല്ലേ? മനസ്സിലായി വിചാരിക്കും. 2 × 0.5 2 × 0.5 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ -2 × 0.5 ആണ് വരിക. അപ്പോൾ 2 × 0.5 എന്ന് പറഞ്ഞാൽ 1 ആണ്, -1 വരും. ഓക്കെ, അപ്പോൾ അത് അടുത്ത ടേം -3 × -2n വരും. അടുത്തത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസും പ്ലസ് ആവും. +3 × ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് വരും? -1n വരും. ഓക്കെ, ഈ രീതിക്കാണ് വരിക. വീണ്ടും ഈ ഒരു ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതും ഒരു ഇത് എടുക്കുന്നുണ്ട്, പിന്നെ ഇതും ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട്, -2ൻ്റെ. അതേപോലെ -1ൻ്റെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 × -1n കിട്ടും. ഇത് വരുമ്പോൾ എന്ത് വരും? -2n കിട്ടും for n greater than or equal to 0. ഓക്കെ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ therefore we can write it as x of n is equal to 2 × -1n -2n u of n. ഇതാണ് വരിക. ഇത് പറ്റാവുന്നിടത്തോളം സിംപ്ലിഫൈ ചെയ്ത് വെക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും എവിടേക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ പറ്റാവുന്ന അതുവരെ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതേപോലെയാണ് കൺവല്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യേണ്ടത്. ആദ്യം ജസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള സീക്വൻസിനെ പോസിറ്റീവ് പവേഴ്സിലേക്ക് ആക്കി എഴുതി മാറ്റി, എന്നിട്ട് അതിനെ പറ്റാവുന്ന രീതിയിലൊക്കെ സ്പ്ലിറ്റ് ചെയ്തു. സിമ്പിളായിട്ട് നമുക്ക് ഇൻവേഴ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഒരു ടേമിൻ്റെ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി, രണ്ടാമത്തെ ടേമിൻ്റെ ഡയറക്റ്റ് വന്നില്ല. അപ്പോൾ അതിനൊന്ന് സ്പ്ലിറ്റ് ആക്കി. അപ്പോൾ നമുക്കത് വന്നത് z/z+2 + 3/3 അതായത് കോൺസ്റ്റന്റ് ബൈ വരുമ്പോൾ നമ്മളിവിടെ z -1 × z ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ടി വരിക. പിന്നെ അത് ജസ്റ്റ് ആ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് കൺവല്യൂഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പതുക്കെ സൂക്ഷിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഇടയിൽ ആവശ്യം വന്നത് ഈ GPയുടെ ഇക്വേഷനാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. നമ്മളവിടെ ഉപയോഗിച്ച ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. അതായത് സമ്മേഷൻ k = 0 to n r⁴k ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ 1 - r⁴n+1 ഡിവൈഡഡ് ബൈ 1 - r. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് n വരെയാണെങ്കിൽ n-1 വരെയാണെങ്കിൽ ഇവിടെ n-1 വരും. അപ്പോൾ 1 ക്യാൻസൽ ആവും. അങ്ങനെയാണ് ഒരെണ്ണത്തിൽ n+1 മറ്റേ n വന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇവിടെ മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളുള്ളൂ.